എന്റെ പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കേരളം മുഴുവൻ തങ്ങൾക്ക് ഭരിക്കാനുള്ള അധികാരം കിട്ടിയെന്ന് വി രാജേഷ് അടക്കമുള്ള സംഖ്യകൾക്കും BJP-ക്കാർക്ക് ചെറിയ തോന്നലുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മോഡിജി തന്ന ബസ് ഞങ്ങൾക്ക് ഓടിപ്പിക്കണം, ഈ 150 ബസ് ഞങ്ങൾ തിരുവനന്തപുരത്ത് മാത്രം ഞങ്ങൾ ഓടിപ്പിച്ചോളാം, തിരുവനന്തപുരം ഞങ്ങളിപ്പോൾ ഒരു നാടാണ്, ഒരു രാജ്യമാണ്, രാജ്യമായിട്ട് ഞങ്ങൾ BJP-ക്കാരനെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ മോഡിയുടെ ബസ് ഇവിടെ മാത്രം ഓടിയാൽ മതി എന്ന് രാകേഷാണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സമയത്ത് തിരുവനന്തപുരത്തുകാരും ഈ സംഖ്യകളൊക്കെ വെച്ച് കൊള്ളാട്ടാ അല്ലെ. രാകേഷ് ചില്ലറക്കാരനല്ല, രാജേഷ് ചില്ലറക്കാരനല്ല, ഇങ്ങനെ ചാനലിൽ കിടന്നിട്ട് മുഴുകുന്ന പോലെന്നല്ല, ഇയാള് ഗംഭീരനാണ് എന്ന തോന്നലൊക്കെ പലർക്കും ഉണ്ടായിരുന്നേ. എന്തായാലും അങ്ങനെ തോന്നലൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ KSRTC മന്ത്രി ഗണേഷ് കുമാർ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ മൂഞ്ചിപ്പോയി എന്നതാണ്. ഒരു വീഡിയോ കണ്ടോക്കൂ, ഭയങ്കര രസമാണ്. ഒരു കത്ത് കൊടുത്താൽ 113 ദിവസം ഒരു മണിക്കൂറിനുള്ളോ 24 മണിക്കൂറിനുള്ളോ തിരിച്ചു ഞങ്ങൾക്ക് ആ പ്ലാൻ ഇല്ല. കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ബാറ്ററിയാണ്. അപ്പൊ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് ആ പ്ലാൻ ഇല്ല. ഏത് പ്ലാൻ ഇല്ല? അപ്പൊ ഇതുവരെ എന്താണ് ഈ മഹാനുഭാവം പറഞ്ഞത്? ഞങ്ങളുടെ മോഡിയുടെ ബസ്സാണ്, ഞങ്ങൾ മോഡി തന്ന ബസ്സാണ്, ആ ബസ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അതിന് കൃത്യമായിട്ടും വളവള വർത്തനം പറയാതെ കൃത്യമായിട്ടുള്ള ഉത്തരം ഗണേഷ് കുമാർ കൊടുത്തു. നമുക്കറിയാം, നിയമസഭയിലൊക്കെ കണക്ക് വെച്ച് സംസാരിക്കും, കൃത്യമായിട്ട് ഡേറ്റും കണക്കും വെച്ചിട്ടാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആ ഒരു മന്ത്രി സംസാരിക്കാറുള്ളത്. ഒരു മടിയും കൂടാതെ വൃത്തിയായിട്ട് പറയും, ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. അങ്ങനെ ഇന്നോവേറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് തന്നെയാണ് ഇപ്പോൾ KSRTC തകർന്ന് തരിപ്പണമായി കിടന്ന KSRTCയെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നത് ഈ ഗണേഷ് കുമാറാണ്. അപ്പൊ നന്നായിട്ട് ഭരിക്കാൻ അറിയാവുന്ന ഒരു ചെങ്ങാതിയാണ് അർത്ഥം. അയാള് കൃത്യമായിട്ടും ഈ BJP-ക്കാരന് ഉത്തരം കൊടുത്തു. ഇയാളെ വിചാരം തിരുവനന്തപുരം കിട്ടിക്കഴിഞ്ഞപ്പോ BJP-ക്കാരുടെ വിചാരം ഇതാണ് ഞങ്ങളെ രാജ്യം എന്നാണ്. കേരളം മുഴുവൻ കിട്ടി എന്നുള്ളൊരു അഹങ്കാരമാണ്. എന്തായാലും അതിന് ഗണേഷ് കുമാർ കൊടുത്ത ഉത്തരം ഭയങ്കര രസകരമാണ്. കണ്ടുനോക്കി. വളച്ചൊടിക്കാൻ ശ്രമിക്കരുത്. അതെ, എന്തത് ഉള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. KSRTC ഓടിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുമായിട്ട് ബസ്സുകളുടെ എണ്ണം 113. മറ്റ് 50 ബസ്സുകൾ KSRTCയുടെ ഉടമസ്ഥയിലുള്ള ബസ്സുകൾ. അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ KSRTC ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വാങ്ങി തന്നു എന്ന് പറയാൻ പറ്റില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി എന്ന് പറയാൻ പറ്റില്ല. കാരണം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ 500 കോടി രൂപയാണ്, സ്റ്റേറ്റ് ഷെയർ 500 കോടി രൂപയാണ്. ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ വകയായി 135.7 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പൊ ട്രിവാൻഡ്രം കോർപ്പറേഷന്റെ പണം എന്ന് പറയുന്നത് ഇനിയിപ്പോ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് 500 കോടിയോടൊപ്പം 100 ചില്ലറ കോടി കൂടി കേരളം ചെലവഴിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. തിരുവനന്തപുരം കോർപ്പറേഷൻ പറയുമ്പോൾ അത് കേരള ഗവൺമെന്റിന്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പോ 500 കോടിയല്ല, 600 കോടിക്കപ്പുറം, അതായത് ഏകദേശം 60% തുക ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഇലക്ട്രിക് ബസ്സുകൾക്ക് വേണ്ടിയിട്ട് കേരളം ചെലവഴിച്ചിട്ടുണ്ട് എന്നർത്ഥം. അങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഷെയർ എടുത്തിട്ടുള്ളത് കേരളമാണ്. അതുകൊണ്ട് ഇത് ഞങ്ങളെ മോഡി തന്ന, നമ്മുടെ കേന്ദ്രം തന്ന ബസ്സാണെന്നുള്ള അഹങ്കാരം പറച്ചിൽ സംഖ്യകൾക്ക് വേണ്ട എന്നർത്ഥം. അത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ഖജനാവിൽ നിന്ന് വരുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ അനേകം വികസനങ്ങളുടെ ഭാഗമായി വാങ്ങിയതാണ് ഈ 113 വാഹനങ്ങൾ വാങ്ങുന്ന അതിനകത്തുനിന്നാണ് വാങ്ങിയത്. 50 വാഹനങ്ങൾ KSRTCയിലുള്ളതിനകത്ത് ഇവർക്ക് യാതൊരു കാര്യവുമില്ല, കോർപ്പറേഷൻ ഒരു കാര്യമില്ല. ഈ 113 ഒരു ട്രൈ പാർട്ടി എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റിൽ കോർപ്പറേഷൻ, ഗവൺമെന്റ്, സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ്, ഈ 3 കമ്പനികൾ തമ്മിലാണ് എഗ്രിമെന്റ് ഉള്ളത്. ഈ എഗ്രിമെന്റിലെ ഒരു ക്ലോസിൽ പറയുന്നു, ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ്, നന്നായി ഓടുന്നുണ്ടോ, എവിടെയാണ് ഓടുന്നതെന്നെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി. ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ ചെയർ ചെയ്യണം എന്ന് മാത്രമേ പറയുള്ളൂ. ഇതിനകത്ത് ഈ വണ്ടികളുടെ മനസ്സിലായില്ലേ, മേയർ ചെയർ ചെയ്യണമെന്നുള്ളൂ, അല്ലാതെ പരമാധികാരം മുഴുവൻ മേയർക്കുണ്ട് എന്നുള്ള ധാരണ വേണ്ടാന്ന്. നിങ്ങളവിടെ വെറുതെ ഒരാളായിട്ട് അവിടെ ഇങ്ങനെ കുത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് എല്ലാ അധികാരം ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ അദ്ദേഹം നോക്കൂ, കണക്കെടുത്തിട്ടാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ കണക്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഖ്യ കുട്ടികൾക്കും കാര്യം മനസ്സിലാവും. എല്ലാ ചാണക പിള്ളേർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി എന്നല്ല. മറ്റ് ജില്ലകളിൽ ഓടുന്നുണ്ടെന്ന് അദ്ദേഹം ബഹുമാനായ മേയർ പറഞ്ഞു കേട്ടു, ഞാൻ കണ്ടില്ല. പക്ഷെ ഒരു ജില്ലയിൽ ഓടുന്നില്ല, വേറൊരു ജില്ലയിൽ ഇത് ഓടിക്കാൻ പറ്റത്തില്ല. ഇതിന് ഭയങ്കര മെയിൻ്റനൻസ് ആണ്.
ഇതിന്റെ ടയർ എന്ന് പറയുന്നത് സാധാരണ ഒരു സൂപ്പർ ഫാസ്റ്റിന്റെ ടയർ 40,000 45,000 കിലോമീറ്റർ പോയാൽ 60,000 കിലോമീറ്റർ വരെ പോകും. പക്ഷെ ഇതിന്റെ ടയർ 30,000 കടക്കില്ല. ഇത് ടയർ തേഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് വലിയ പാടാണ്. ഞാൻ വന്ന സമയത്ത് ഞങ്ങൾ ഇത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 50% ഇത് ചാർജിങ്ങിൽ ഓടാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഏതാണ്ട് 70-75% ഓടുന്നുണ്ട്. കമ്പനിക്കാരെ വിളിച്ച് വരുത്തി വഴക്കുണ്ടാക്കി അത് ഒരുവിധം കറക്റ്റ് ചെയ്തു. കാരണം ബാറ്ററി ഇനി അടുത്ത ഘട്ടണം, അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേന് ബാറ്ററി തീരും. ബാറ്ററി പോയി അവിടെയാണ് പോയിന്റ് കേട്ടോ. അടുത്ത വർഷം ഈ ബാറ്ററിക്ക് തീരും. ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഓടിക്കലൊക്കെ വലിയ പ്രയാസമാണ്. അവസാനം ഗണേഷ് കുമാർ ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഇങ്ങനെയാണ്. കഴിയില്ല, അത് ഞങ്ങൾ പറയില്ല. അതുകൊണ്ട് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാം. മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡ് ആയിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാൻ ഞങ്ങളുടെ ഡിപ്പോയിൽ നിന്ന് ഇടാൻ. ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. വേറെ ഒന്നുമല്ല, ഈ ഗ്രാമപ്രദേശം പോത്തൻകോട് എന്നുള്ളവർക്ക് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയാം. കോർപ്പറേഷൻ വന്ന് നിൽക്കുന്നത് കടക്കൂട്ടത്താണ്. കണിയാപുരത്താണ് വർക്ക്ഷോപ്പ് നമുക്ക് രജിസ്ട്രേഷൻ. കണിയാപുരത്ത് നല്ല ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോർപ്പറേഷൻ അതിർത്തി കിടക്കുന്ന പോത്തൻകോട് ഭാഗത്തേക്കുള്ള പല പ്രദേശങ്ങളുണ്ട്. ശ്രീകാര്യം ആ ഭാഗത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പോത്തൻകോടിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ളവർക്ക് യാത്ര ചെയ്യണ്ടേ നഗരത്തിലേക്ക്? പാടില്ല. സംഘികളുടെ വിചാരപ്രകാരം സംഘികൾ മാത്രം എവിടെയൊക്കെ യാത്ര ചെയ്താൽ മതിയാണ്. എന്തായാലും സംഗതികളൊക്കെ ഇങ്ങനെ പോണ സമയത്ത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇയാളുണ്ട് കുടുങ്ങി. ആര്? നമ്മുടെ രാജേഷുണ്ട് കുടുങ്ങി. അയാളിപ്പോ മാപ്പ അപേക്ഷിക്കുന്ന പോലെ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾക്ക് അത് വേണ്ട. നോക്കി മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ 113 ദിവസം 1 മണിക്കൂറിനുള്ളോ 24 മണിക്കൂറിനുള്ളോ തിരിച്ചു. ഞങ്ങൾക്ക് ആ പ്ലാൻ ഇല്ല. ഈ ഇലക്ട്രിക് ബസ്സുകളെ അതെ, എന്താ പ്ലാൻ ഇല്ലാത്ത? നോക്കി, ഇത് ഞാൻ എന്താണ് ഇത് പ്ലാൻ ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾക്ക് അങ്ങനത്തെ പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മോഡിയുടെ ബസ്സാണ്, ഞങ്ങൾക്കത് ഇപ്പൊ വേണം. തിരുവനന്തപുരത്ത് അപ്പുറത്തേക്ക് ഓടിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് അപ്പുറത്തുള്ള ഒരാള് പോലും ഈ ബസ്സിൽ കയറണമെന്നൊക്കെ പറഞ്ഞ ഒരാളാ. ഇപ്പൊ മൂഞ്ചി പണ്ടടക്കി. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ മിക്കവാറും അടുത്ത വർഷം ആകുമ്പോഴത്തേന് ഇതിന്റെ ബാറ്ററി തീരും. ബാറ്ററി കപ്പാസിറ്റി തീരും. പുതിയ ബാറ്ററി വാങ്ങിക്കണം. മിനിമം ഒരു 10-25 ലക്ഷം റുപ്യാവും. ഇയാളുടെ കുടുങ്ങും. അതുകൊണ്ടാണ് മന്ത്രി പറഞ്ഞേ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. നിങ്ങളെ പാടായി ബാക്കിയേക്കാം. അതിന്റെ ബാറ്ററി മാറ്റണം. ഇപ്പൊ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ബസ് വാങ്ങുന്നതിന്റെ 70% പൈസയും ബാറ്ററിക്കാണ് ആവുന്നത്. ആ ബസ്സിന്റെ നല്ല കാലം മുഴുവൻ അത് ഏകദേശം ഓടിക്കഴിഞ്ഞു. ഇനി ആ 113 ബസ് തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടെന്നുള്ള പോയിന്റ് ഒന്നുമില്ല. അങ്ങയുടെ ഗവൺമെന്റ് ഗതാഗത മന്ത്രി, അങ്ങയുടെ മുന്നണിയുടെ നേതൃത്വം നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം. ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ? 2 ജനാധിപത്യ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ ആ കരാറിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇയാൾക്ക് വി രാജേഷിന് ഇതിൽ ഇടപെടാതെ വലിയ അധികാരമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞത്. എന്തൊക്കെയായാലും ഇപ്പൊ ബബ്ബ അടിക്കുന്ന അവസ്ഥയിലേക്ക് മോഹൻലാലിന്റെ സിനിമ എന്തായാലും ബബ്ബ അടിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ വി രാജേഷ് എത്തി എന്നുള്ളതാണ്. ഇതാണ് ഈ ഭരിക്കാനൊന്നും അറിയാതെ, നമ്മുടെ നിയമവ്യവസ്ഥകൾ അറിയാതെ, നമ്മുടെ സിറ്റുവേഷൻസ് അറിയാതെ, നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നെന്ന് അറിയാതെ ഒരു ദിവസം ഈ സംഗതിന് കിട്ടിക്കഴിഞ്ഞാൽ നട്ടപ്പാതിരിക്ക് ആർക്കെങ്കിലും കൊട കിട്ടിക്കഴിഞ്ഞാൽ അത് ചൂടി നടക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് പൊന്നു സംഖ്യക്കുട്ടന്മാരെ നിങ്ങൾ ഇറങ്ങരുത്. ഗണേഷ് കുമാർ നല്ല പരിചയമുള്ള നേതാവാണ്. അപ്പൻ അത് ഗംഭീരമായിട്ട് നേതാവായിരുന്നു. അപ്പോൾ നന്നായിട്ട് അറിയാം രാഷ്ട്രീയം എന്താണെന്നൊക്കെ. അത് ഈ രാഷ്ട്രീയം വൃത്തിയായിട്ട് ജനാധിപത്യ രാഷ്ട്രീയം കേട്ടോ, സംഘീയ രാഷ്ട്രീയമല്ലേ, രാഷ്ട്രീയം കൃത്യമായിട്ട് പഠിച്ചു വന്നവരോട് അല്ലെങ്കിൽ കളിച്ചു വന്നവരോട് ഇതൊന്നുമില്ലാത്ത ചാണക രാഷ്ട്രീയക്കാർ ഇടപെടാൻ നിർത്തിക്കരുത്. നല്ല ഉത്തരം കിട്ടും. ഇപ്പം എന്തായാലും നമ്മുടെ മോഡിയുടെ ബസ് തിരിച്ചു വേണ്ട എന്നാണ് ഇപ്പോൾ ഒരഭിപ്രായം. എന്ത് ചെയ്യും? ബൈ.